മുളക് വലുതില്ല. അപ്പൊ പറഞ്ഞിട്ട് ഷോ കാണിക്കടാ. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതെന്താ നോക്കണേ? ഒന്നേ പറഞ്ഞോട്. അല്ല, കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വ്യൂവേഴ്സ് ആയിരുന്നു. നമുക്കത് മതി. നമ്മളൊരു വീട്ടിലെ എൻജോയ്മെൻറ്റ് എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പോൾ ഇതൊരു രസമല്ലേ നമുക്ക്. പിന്നീട് നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കാണുമ്പോൾ നമുക്കൊരു ആനന്ദാശ്രു അങ്ങനെയൊക്കെ പറയാം. ഇതിൻ്റെയൊക്കെ മലയാളം ഞാൻ പറഞ്ഞെന്നുള്ളൂ. എനിക്കറിയില്ല അത് കറക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്യാം. അതിന് മുമ്പൊക്കെ ഇവനോടൊരു കാര്യം ചോദിക്കാണ്ട്. എന്താണെന്നറിയോ, എൻ്റെ എക്സാം എന്താ? നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നിനും മാത്രം കോൺസെൻട്രേഷൻ ഇല്ല. അവൻ്റെ എക്സാം സത്യം പറഞ്ഞാൽ അവൻ്റെ എക്സാം ഇപ്പോൾ തുടങ്ങിക്കണേ. ഞാൻ വെറുതെ ചോദിച്ചാണ് എക്സാം എന്താണെന്നുള്ളത്. ഇന്ന് കഴിഞ്ഞ എക്സാം ഏതാ? കെമിസ്ട്രി അല്ലേ? കെമിസ്ട്രി എന്താ പാട്? അടിപൊളി പരീക്ഷയാണ്. അച്ഛനെന്തോ പറഞ്ഞു, അടിപൊളി പരീക്ഷ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞു? അച്ഛൻ പറഞ്ഞ് ലാസ്റ്റും അടിപൊളി ആയാൽ മതിയെന്ന്. അടിപൊളി ആയത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാണിച്ചോടാ. യെസ്. അപ്പോൾ നല്ല ചൂടല്ലേ കഴിച്ചു. ഞങ്ങൾ പുറത്തുനിന്ന് പോയപ്പോൾ ഈ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വാങ്ങി. കിലോനെന്തോ ചെറിയ എന്തോ വിലയുള്ളൂ, 22 രൂപ. തിരൂര് 22 രൂപ. നിങ്ങളുടെ നാട്ടിൽ എന്താ വില എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി റംദാൻ അപ്പോൾ നോമ്പ് കാലത്തോട് അനുബന്ധിച്ച് ഇനി ഇതിന് വില കൂടുന്നതായിരിക്കും. അപ്പോൾ വില കൂടുക ഇത്ര പൊട്ടാ. ഇപ്പോൾ എടാ ഇപ്പം തന്നെ മാർക്കറ്റിലൊക്കെ വന്നു തുടങ്ങിയടാ. വലിയ വലിയ റോഡുകളാണ് വന്നു തുടങ്ങിയത്. അപ്പോൾ ഇനി ഇതിൻ്റെ വില കൂടും. അപ്പോൾ ഇത് നമ്മൾ വെറും വീഡിയോ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അച്ഛനെയും അമ്മേനെയും ഒക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഒരു എന്താ പറയുക, ഒരു ഗെയിം പോലെ നോക്കാം അല്ലേ? ഒരു ചലഞ്ച് പോലെ നമുക്ക് ഈ വീഡിയോ നോക്കാം. അപ്പോൾ നമ്മൾ ചലഞ്ചിൻ്റെ റൂൾസൊക്കെ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നതാണ്. അപ്പോൾ ചലഞ്ചിൻ്റെ റൂൾസൊക്കെ നമ്മൾ പറയും. അതിനിടയ്ക്ക് പല്ലൊക്കെ തേക്കണം. അവിടെ പൊട്ട പല്ലും ഞാൻ പറഞ്ഞ തെറ്റും തമ്മിൽ എന്താ ബന്ധം? അത് ചുണ്ടും പല്ലും തമ്മിലുള്ള ബന്ധം. എൻ്റെ മോനെ, എൻ്റെ കൈ കടയും കേട്ടോ. എൻ്റെ കൈ കടയിന് ഞാൻ നിർത്തട്ടെ. അപ്പോൾ നമുക്ക് നമുക്ക് ഇതിൻ്റെ മുഴുവനൊന്നും വേണ്ട. ഇത്ര മതിയാവും. 1/2 എന്നാണ് എത്ര ഇറങ്ങി. ഇതിന് പകുതി വേണ്ട. 1/3 മതി. അത് 1/4. ആടാ ശരി തന്നെയാ. 1/4 ഇത്ര പോരെ? ഇത് വരെ ഇത് വേറെ രൂപമൊക്കെ ഉണ്ട്. ചാക്കോമാശ ഉണ്ടായിരുന്നു. സൂപ്പർ. ഇതുണ്ട് ഇവിടൊക്കെ ഇങ്ങനെ ഗ്യാപ്പ്. ഇതവർ കുടിച്ച അതിലുള്ളത്. നമുക്ക് ഇതിൽ കുറച്ച്, ഈ ഗെയിമിൽ കുറച്ച് റൂൾസ് ഉണ്ട്. റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ തണ്ണിമത്തൻ, ഞങ്ങളുടെ നാട്ടിൽ തണ്ണിമത്തൻ എന്നാട്ടോ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ബത്തക്കയെന്നറിയോ? ഞങ്ങൾ തൃശ്ശൂർക്കാരാണ്. അമ്മ മലപ്പുറംകാരാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അച്ഛൻ്റെ നാട് തൃശ്ശൂർ, അമ്മേൻ്റെ നാട് മലപ്പുറം കേട്ടോ. അപ്പോൾ അമ്മ ഇവിടെ മലപ്പുറമായിട്ട് അമ്മയ്ക്ക് ഇവിടുത്തെ ഏകദേശം. എന്നാലും തണ്ണിമത്തൻ എനിക്കറിയില്ല. എന്താ അറിയോ, എനിക്ക് കുമ്മട്ടി അറിയാം. പിന്നെ തണ്ണിമത്തൻ, ബത്തക്കൊക്കെ അറിയില്ല. ബത്തക്കൊക്കെ അറിയില്ല. ബത്തക്കൊക്കെ ഇത് മറ്റേ സിനിമ ഉണ്ടല്ലോ മങ്കിപ്പൻ, അതിൽ ഞാൻ കേട്ടിട്ടുള്ളൂ. അല്ല അതൊക്കെ അറിയില്ല.
ഞാൻ വെറുതെ പറഞ്ഞ പച്ചക്ക പച്ചക്ക പച്ചക്കല്ല പച്ചക്കല്ല പച്ചക്ക അപ്പോൾ വീഡിയോക്ക് പോയോ അപ്പോൾ ഇതിൻ്റെ റൂൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തണ്ണിമത്തൻ നമ്മൾ ഇങ്ങനെ സ്പൂണിട്ട് കോരി എടുത്തതിന് ശേഷം അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അവിടെ നിൽക്ക് അത് കിട്ടുന്നവർക്ക് തരും അതാണ് റൂൾസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ തണ്ണിമത്തൻ എന്ത് ചെയ്യും, ഇതൊന്ന് കോരി മാറ്റിയിട്ട് നമ്മുടെ പാത്രത്തിൽ ആക്കിയതിന് ശേഷം ഗ്ലാസ്സിൽ എല്ലാവർക്കും 4 ഗ്ലാസ്സിൽ എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ബാലൻസ് വെക്കുന്ന ആൾ ആരാണ്, നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, നമ്മൾ കൊടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആർക്കാണ് കിട്ടുന്നത്, മത്തൻ്റെ ആർക്കാണ് കിട്ടുന്നത്, അവരെന്ത് ചെയ്യും, ആ ജയിച്ചവരെന്നല്ല ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആള് ഏറ്റവും കൂടുതൽ കിട്ടാത്തവരിതാ അങ്ങനെയല്ല, ഏറ്റവും കുറവ് കുരു കിട്ടുന്നത്. അതന്നെ, സോറി ഗായ്സ്, എൻ്റെ മിസ്റ്റേക്കാണ്. അപ്പോൾ ഏറ്റവും കുറച്ച് ആർക്കാണ് കിട്ടുന്നത് അവർക്ക് ഉള്ളതാണിത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് അവർക്ക് ചൂസ് ചെയ്യാം. ഇതിപ്പോൾ അച്ഛനാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അച്ഛന് ഒന്നെങ്കിൽ ഇത് കൈപ്പക്ക, അല്ലെങ്കിൽ മുളക്, പച്ചമുളക്, ഗ്രീൻ ചില്ലി. അപ്പോൾ ഗ്രീൻ ചില്ലി പ്രണവിനെയും കിട്ടും, അല്ലെങ്കിൽ പ്രജുവിനായിരിക്കും, ആർക്കായാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്താണെന്ന് അറിയുമോ? ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മുഴുവൻ ഇങ്ങനെ എടുത്തിട്ട് ഈ സ്പൂണോട് എടുത്തിട്ട് നേരെ ഇടിക്കിടാം. അതായത് നമ്മൾ എന്താണ് ഉത്സവപറമ്പിനൊക്കെ കാണില്ലേ, എന്താണ് ഇന്ന് ബത്തക്കവെള്ളം, ബത്തക്കവെള്ളം 10 രൂപ 10 രൂപ എന്നിട്ട് ആ സംഭവം. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അത് ഗ്ലാസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്ക് കൊടുക്കും. എന്നിട്ടാണ് നമ്മളെ പരിപാടി. അപ്പോൾ നമുക്കിത് ആദ്യം ഗ്ലാസ്സിലേക്ക് ആക്കാം. ആ പരിപാടി ആദ്യം നോക്കാം. എന്നാ ആദ്യം ഗ്ലാസ്സിലാക്കാം. ഈ ശബ്ദം ഭയങ്കര സംഭവം. ശബ്ദം കാണിച്ചാൽ ശബ്ദം അങ്ങനെ ഒന്നല്ല, അത് കുത്തി ഇളക്കാനാണ്. കുത്തി ഇളക്കണ്ട, ആദ്യം നമുക്ക് ഇതിലിട്ട് ഇളക്കടാ, കത്തിയിട്ട് വരഞ്ഞു കൊടുത്താൽ ഉഷാറോ. കുരാണ് പ്രണവൊന്നുമില്ല, ചിലപ്പോൾ നിങ്ങൾ തന്നെ കുടിക്കും, പറയാനൊന്നും പറ്റൂല. എനിക്കറിയാം അത് പലരും ആഗ്രഹിച്ച സംഭവങ്ങളാണെന്ന്. നമുക്ക് ഇതിങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ്. എനിക്കറിയില്ല കേട്ടാ, ഞാൻ ഇവനുള്ള പണി ബാക്കിലുണ്ട് മോനെ. ഞാനതൊരു പ്രാവശ്യത്തിൽ നോക്കിയതാ, ടേസ്റ്റ് നോക്കിയതൊക്കെ ഓർമ്മ. അതെന്താണെന്ന് നമുക്ക് മുളക് മതി, പച്ചമുളക് നല്ലതാണ്, കയ്പില്ല. നമ്മളെ വീട്ടിലുണ്ടായതാണ്, കയ്പില്ല പറ്റുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ മുമ്പ് ഒരു പ്രാവശ്യം എടുത്തതല്ല. എന്താ അറിയില്ല, ഇവിടുത്തെ കാറ്ററിംഗ് ഭയങ്കര മധുര എന്താ ഇതിൽ കുരുല്ലടാ. എന്തായാലും എണ്ണ സുഖമായി ഒരു മുണിങ്ങി വിടാൻ ഞാൻ മതി. കുരു മിണിങ്ങിട്ടാൽ എന്താ, അവരെ ലാസ്റ്റ് പൊട്ടല്. ഇതിലൊന്നുമില്ല. ഇത് മറ്റേ ഫിറോസൊക്കെ പറഞ്ഞ പോലെ നമ്മളെ പറ്റിച്ചു നമ്മള് പറ്റിച്ചാ ശരിയാ. ഇല്ല, അടിക്കണ്ടാ ഇവനെ അറിയില്ലേ. അല്ലടാ, വൈറ്റാ ഫുള്ള്. ഇനി ഇതിൻ്റെ തൊലി ഇത് 1 കിലോ വാങ്ങിക്കഴിഞ്ഞാൽ 3/4 കിലോ ഇതിൻ്റെ തൊലി ഉണ്ടാവും. അച്ഛന് മധുരയ്യോ നിങ്ങൾക്ക് വേണ്ടേ? മനസ്സിലാ, ഇത് അടിയത്തെ ഭാഗമായിട്ടാണ് തോന്നുന്നു. ഇത് പോരെ, എത്ര പോരടാ? അണക്ക് തികയൂല. അത് ഇന്നലത്തെ വീഡിയോയിലുണ്ട് ഇവന് തികയാത്തത്.
പരീക്ഷ കഴിഞ്ഞിട്ട് വേഗം ഓടി വന്നിരിക്കുന്നു. തണ്ണി മൊത്തം മുറിച്ചോ അമ്മ വെച്ചു. പിന്നെ ഇത് കുടിക്കാനായിട്ട് മെനക്കെട്ട് വന്നതാണ്. ഇവിടെ പ്രജു ഉണ്ടാതിരിക്കാക്ക മതി മതി ഇതുവരെ ഇത് 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 നമുക്ക് ലാസ്റ്റ് നമുക്ക് ലാസ്റ്റ് നോക്കാം. മധുരം കുറച്ച് കുറവുണ്ടാ, നമുക്ക് ഇത്തിരി പഞ്ചസാര ഇടാം കുറച്ച്. അത് തുറന്നിട്ടോ. ഓ ഇതെന്താ പതൊക്കെ വരുന്നേ. പഞ്ചസാര കൂടി കുറവാണ്. പായസം പഞ്ചസാര നിർത്തിയിരുന്നു, ചായ കൂടി നിർത്തി. എപ്പോഴും ഇല്ലല്ലേ, എപ്പോഴും ഇല്ലല്ലേടാ. ചായ ഏതായാലും നിർത്തില്ലേ. സംഭവം ഇവര് നിർത്തും, ഒറ്റടിക്ക് പഞ്ചസാര ഇതൊക്കെ നിർത്തും, എന്നിട്ട് ഒറ്റടിക്ക് കേട്ട് ചെയ്യും. ഇവരൊക്കെ 3-4 ലഡൊക്കെ ഇന്റെ അടക്കമനാണ്. അപമാനിക്കരുത്. മനസ്സ് കഴിഞ്ഞിട്ടില്ല. കത്തിയിട്ട് വെക്കലോ. അത് ഇങ്ങനല്ല, കത്തിയിട്ട് വരേല. എടാ ഈ കത്തിക്ക് എടുക്കുമ്പോ തന്നെ ക്ലിയർ ചെയ്തെടുക്കാഞ്ഞിട്ടാണ് അറിയില്ല. ഇത് പിടിക്ക പറയുമ്പോ വെക്കാൻ വേണ്ടിട്ടാ തന്നേക്കണത് അല്ലേ. എടാ എടാ അവര് നമുക്ക് കുരു കുറച്ച് തന്ന പോലെ നമ്മളീ ചലഞ്ച് ചെയ്യണോണ്ട് നോക്ക. ഈ സാധാരണ നമ്മള് വാങ്ങുമ്പോ പ്രാകരാണ് അവരെ കടക്കാരെ. പാട്ടികൾ ഇത്ര തോന്നെ കുരു എന്തിനാണ് ഇതിലൊക്കെ ആകെ ഇത്തിരി കുരുള്ളൂ. ഇതിലാർക്കാ എനിക്ക് വയ്യട്ട കയ്പം കുടിക്കാൻ എനിക്ക് വയ്യ. അപ്പം നമുക്ക് ഇനി ഇത് ഗ്ലാസ്സിക്ക് ആക്കാം, എന്നിട്ട് നോക്കാം ബാക്കി. ഏയ് ഇതുണ്ടാ കട്ട ആ അത് കുഴപ്പം. ഓ എടാ കുറച്ച് കഴിഞ്ഞാൽ ഇത് എടുത്ത് ഒഴിവാക്കും. പിന്നെ ചെറിയ എടാ മീഡിയം തന്നെ പോരെ. ഇപ്പം മധുരം ഏകദേശം വയ്ക്കുമല്ലോ. എന്താ പറയുക ഗൈസ്, ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ള സമയം ഞങ്ങൾക്ക് ഇല്ല, ക്ഷമയില്ല. അതാണ് സത്യം. പൊന്നു അതല്ലേ ഇത് ആള് ക്യാമറ പിടിച്ചിരിപ്പുണ്ട്, നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇനി റൂൾസ് എല്ലാവർക്കും പറഞ്ഞുതരാം. ഇതെല്ലാവർക്കും ഓരോ ഗ്ലാസ് വെച്ച് തരും. മധുരമൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് കുഴപ്പമില്ല, ഇത് ഓവറാ. ഞാൻ ഈ റൂൾസ് പറഞ്ഞുതരാം. അതായത് നോക്ക്, ഇനി ഇതിൽ എന്ത് ചെയ്യും, ഇത് ഞങ്ങൾക്ക് ഓരോ ഇത് കുരു കുറവാണ്, ഇതെല്ലാവർക്കും ഓരോ ഗ്ലാസ് വെച്ച് തരും. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ആർക്ക് ഏറ്റവും കൂടുതൽ കുരു കിട്ടുന്നത് അവർ ഈ ടാസ്കിൽ നിന്ന് രക്ഷപ്പെടും. നിങ്ങൾക്കല്ല കയ്പങ്ങ ഉപ്പേരിയൊക്കെ വെച്ചിട്ട് ഇഷ്ടം. ചിലയിടത്ത് കയ്പങ്ങ വേറെന്തോ പേര് വരും കേട്ടോ. കപ്പളങ്ങ പറയുമോ? ആ കപ്പളങ്ങ എവിടെ കിട്ടുന്നത് നോക്കാം. നിങ്ങളെ ആവശ്യത്തിന് തള്ളുണ്ടല്ലോ, നിങ്ങൾ തള്ളി, നിങ്ങളെ കാലല്ലേ. അപ്പം ഇനി നമുക്ക് ഇപ്പം ഏകദേശം നടപ്പായി. ഇപ്പോൾ മീഡിയം നടക്കൂലേ? അത് മതി. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് എടുക്കാം. അതായത് നമുക്ക് 4 ഗ്ലാസ് 3 ഗ്ലാസ് മതി. അപ്പോൾ നമ്മളിതാ തുടങ്ങിയിട്ടാ. ഇതിൽ കുരുല്ല. എന്താ അവിടെ നിൽക്ക്, തുടങ്ങാനായിട്ടില്ല. എങ്ങനെ തുടങ്ങിയാലല്ലേ ഉള്ള കുരു. എടാ ഇതിലൊക്കെ നോക്കാം. ഇതാ ഇവനാണ് തോനെ കുരുള്ള കേട്ടാ. യെസ്, അതാണ് നിയമം. യെസ്. അപ്പം നമുക്ക് തുടങ്ങാം. റെഡി. ഒരു കുരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിച്ചിട്ട് ആർക്ക് ഏറ്റവും കുറവ് മത്തങ്ങേൻ്റെ കുരു കിട്ടണമെന്ന് നോക്കാം. എനിക്ക് അച്ഛനും സമസമ കുരു കിട്ടി. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ, എൻ്റെ തുടങ്ങാനാവുള്ളൂ. എന്താ
അത് തുടങ്ങി കുരു വിഴുങ്ങി വിട്ടോ ലാസ്റ്റ് കയ്പങ്ങ അല്ലെങ്കിൽ ഇതാ കുടിക്കുക ഞാൻ വർത്താനം പറഞ്ഞിട്ട് എന്ത് ചെയ്യുമോ എല്ലാവരെയും മാറ്റും എങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് മൊത്തം കഴിച്ചിട്ട് കുരു സെലക്ട് ചെയ്ത് കാണാം ബൈ. അപ്പോൾ ദാ നമ്മളെല്ലാവരും കുരു സെലക്ട് ചെയ്ത് നമ്മൾ സ്പൂണോടെ കേട്ടോ ഓരോന്ന് എടുത്തത്, അല്ലാതെ വേറെ രീതിയിലൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിലേറ്റവും വലിയ ആളെന്ന് പറയുന്നത് ഇതാ ഇരിക്കുന്നു. അനക്കെത്ര കുരു കിട്ടി? വിന്നർ, നമ്മളുടെ വിന്നർ കയറി വരൂ. ചതിച്ചതാണ്. അതിനൊരു ഭാഗ്യമാണ്. എന്തിന്? അല്ല തണ്ണിമത്തലിലൊക്കെ ഒരു എന്താ പറയാ കുരു ചെയ്യാതെ കിട്ടണം എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഒരു ഭാഗ്യം, അതിനൊക്കെ ഒരു ബർക്കത്ത് വേണം. അയക്കുണ്ട്. എനിക്ക് മുളക് മതി. അമ്മ ഇതൊക്കെ നമ്മൾ പണ്ടേ വിട്ടാണ്. ഇതൊക്കെ അച്ഛൻ്റെ കാലത്ത് തന്നെ നമ്മൾ വിട്ട കേസ്. കഴിഞ്ഞിട്ടില്ല. ഇനി സെക്കൻഡ് ആർക്കാ നോക്കാം നമുക്ക്. സെക്കൻഡ് ഞാനാടാ. എനിക്ക് വേണ്ട, എനിക്ക് കയ്പങ്ങക്ക് ഇഷ്ടല്ല. മുളക് പ്ലീസ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ രണ്ടും കൽപ്പിച്ചിട്ടാണ് കയ്പങ്ങ നമുക്ക് സാധനം എടുക്കാം. വേണ്ട തോന്നുമ്പോൾ ഇത് കുടിക്കാം. ഞാൻ പറയാ ഇത് നമ്മൾ തൊടൂല. ഞാനത് തൊടൂല. വലിയ മുളക് എടുക്ക്, ഞാനത് തൊടൂല. നമുക്ക് എന്താ പറയാ നമ്മളെ ഏറ്റവും വലിയ അതല്ലേ തരിപ്പ് കയറുന്ന പറഞ്ഞു തരാ ആള് വണ്ടി. അപ്പോൾ അവൻ അത് കഴിക്കാൻ പോവുകയാണ്. ഷോ കാണിക്കടാ. നിങ്ങളെ വിശ്വാസത്തിലാണ് നമ്മൾ കഴിക്കുന്നത്. ചെറുതായിട്ട് കഴിക്കണം, ഫുള്ളായിട്ട് കഴിക്കണം. നമ്മളിതൊക്കെ വേറെ വിഷയമല്ല. ഫുള്ളായിട്ട് കഴിച്ചോളോ. ഇല്ല കണ്ണെന്ന് വരുന്നത് പിന്നെ കണ്ണെന്ന് വരുമോ? ഇല്ല എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരു മിനിറ്റ് എൻ്റെ കണ്ണൊന്ന് കാണിക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് ഒന്നും കട്ട് ചെയ്തിട്ടില്ല. കരയിൽ പൊട്ട പറഞ്ഞ വാക്ക് പാലിച്ച് പാവാടാ. അല്ല അവൻ പറഞ്ഞ പോലെ ചെയ്തിട്ടാ. ഏതായാലും അടുത്ത ഞാൻ കയ്പങ്ങ കുടിച്ചോടാ. എന്താണ് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? നല്ല മധുരമുള്ള എരിവ്. എന്താണ് താങ്കൾക്ക് ഇപ്പോൾ തോന്നുന്നത്? വിശന്നാൽ ഞാനില്ലാതാവും. എടുക്കൂ ഒരു സ്നിപ്പ്. അപ്പൊ ഞാൻ അടുത്തത് ഞാനാണ്. ഓ പരീക്ഷയ്ക്ക്
എന്തോ മൊഴിഞ്ഞല്ലോ. പരീക്ഷയ്ക്ക് കരഞ്ഞിട്ടേ അങ്ങനെ. അപ്പം ഇനി ഞാൻ കയ്പങ്ങ കുടിക്കും. കയ്പങ്ങ അടുത്തത് കയ്പങ്ങ. കയ്പങ്ങ ഈസിയാണ് കഴിച്ചു. ഇത്ര എരിവുണ്ടാവുന്ന ഞാൻ വിചാരിച്ചില്ല ചേട്ടാ. കയ്പങ്ങ അപ്പം പിന്നെ അവിടെ ഞാൻ തന്നെ കൊടുക്കാം. വേദോക്ക് പത ഗമത പത പതയില് ആകെ എരിഞ്ഞ് പുകഞ്ഞിട്ട് അവന്റെ ആസനം വരെ കത്തിക്കണേ. കൈകൊണ്ട് തൊടാത്ത സാധനമായിട്ടാ. കൈകൊണ്ട് തൊടൂലേ. ചിലപ്പോ ഇവിടെ ഒരു അത്ഭുതം നിൽക്കും. അതായത് ചിലപ്പോ എനിക്ക് പേടിയുണ്ടാ. ഞാൻ ഛർദിക്കും. ഞാൻ ചിലപ്പോ ഛർദിക്കാൻ സാധ്യത ഉണ്ട്. എവിടേക്ക് ഇരിക്ക്. ഞാൻ കുടിക്കുക. ഛർദിക്കുന്നു. ഛർദിക്കുന്നില്ലേ? കുടിച്ചോളാം. ആ ചക്കനെ കൊണ്ടാക്കി കുടിപ്പിച്ചല്ല. നോക്ക്. ചെറിയ കയ്പങ്ങ, നല്ല കയ്പുണ്ട്. മുളക് ഞാൻ കറിയിലിട്ടതായിരുന്നു. നല്ല എരിവുള്ള മുളക് വരുന്നു. മൂക്കൊത്തി കുടിച്ചാ കുടിക്കാൻ എളുപ്പ വഴി എന്താ വെച്ചാല് മൂക്കൊന്നും കുത്താൻ പറ്റൂല. അവനെങ്ങനെ കുടിക്കാനാണ്? അങ്ങനെ തന്നെ കുടിക്കണം. അതാണ് ഭാഗ്യം. അവ വായ ഒത്തിട്ട് കുടിക്കാന് അഞ്ചാതി പൊട്ടനാ. വായ ഒത്തിട്ട് എങ്ങനെ കുടിക്കാനേ? അപ്പൊ മൂക്കേറ്റാവൂലേ? കുടിക്കണ്ട. കുടിക്കാൻ 2 കൽപ്പിച്ച കുടിക്കാൻ പോകുന്നു. അല്ല നല്ലതാണ്. അധികം കയ്പൊന്നുമില്ല. നമ്മളെ വീട്ടിലത്തെ കയ്പില്ല. അധികം കയ്പില്ല. കയ്പങ്ങപ്പേര് തിന്നലില്ല. ജ്യൂസ് അടിച്ച ഭയങ്കര ഇഷ്ടം. എന്നോട് ഇടയ്ക്ക് പറയും പിന്നെ ഇത് ജ്യൂസ് അടിച്ചെടുക്കാൻ. ഛർദിക്കുമോ? ആദ്യം വയറ്റിക്ക് പോട്ടെ, എന്നിട്ട് നമുക്ക് വയറ്റിന്ന് കളയാം. സമാധാനമായിട്ട് പോട്ടെ. നോ പ്രോബ്ലം. ഛർദിക്കൂടാ. സത്യം ഛർദിക്കൂടാ. പോരാ. അമ്മേന്റെ ഭർത്താവ് ഉണ്ട് എന്ന് പറയണില്ല. ഇത് കൂടി കുടിച്ചിരിക്കും. അപ്പോൾ അവൻ്റെ കണ്ണണ്ട നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും പോണി ഞാൻ സ്മെല്ല്. എന്താ എനിക്ക് പറയാനുള്ളത്? ഫോട്ടോഷൂട്ടിന് ഇരിക്കണ വളരെ നന്നായിട്ട് പറഞ്ഞ് ലാസ്റ്റ് അല്ല ഞാൻ ആലോചിച്ച് നോക്കാം. നമുക്ക് തന്നെ കറക്റ്റ് കിട്ടിയത് ആലോചിച്ച് നോക്കാം. രണ്ടാക്കുള്ളതാണ് കയ്പങ്ങ ജ്യൂസും മുളകും. അല്ലെങ്കിൽ ഭാഗ്യത്തിന്റെ കാര്യങ്ങൾ രണ്ടാണ്. നല്ല ഭാഗ്യമുള്ള മക്കൾ. എനിക്ക് വളരെ നന്നായിട്ടുണ്ട്.
വളരെ അപ്പോൾ നമ്മൾ ഇനി ഒന്ന് ക്ലിയറാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അടിപൊളി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് മിക്കവാറും എനിക്ക് വയ്യ, സത്യം പറഞ്ഞതാണ് എനിക്ക് വയ്യ. അപ്പോൾ രണ്ടാൾക്കും ഒരു വശം ഇതിപ്പോൾ ഇപ്പം ഒക്കെ പെട്ടെന്ന് ഞങ്ങളാണ് നിങ്ങൾ കുടിച്ചാൽ ഞങ്ങൾ കുടിച്ച മാതിരിയാണ്. വൈലപ്പുള്ളി അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അല്ല ഇപ്പൊ ഇവർക്ക് അമ്പ സ്നേഹം എന്ന് പറയാം. മറ്റേ വീഡിയോ ഇവർ കണ്ടിട്ട് ഞങ്ങൾ ഇതിലൊരു പ്രാങ്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്ലീസ് ദയവായി നിങ്ങളത് കാണണം. കാരണം എന്ന് വെച്ചാൽ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടി കിട്ടണം ഒരു പണി കൊടുക്കാൻ പറ്റില്ല, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവൻ്റെയൊക്കെ ചന്തി അടിച്ചു പൊളിയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ്, ആ വീഡിയോ നിങ്ങൾ അവിടെ പോയി കാണും കേട്ടോ. ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണേ. അമ്മയ്ക്ക് പണി കൊടുത്ത് അനക്കനെ തിരിച്ചിട്ടി, അല്ലെങ്കിൽ രണ്ടാക്കും കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വലിയ സത്യം പറഞ്ഞു എന്ത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇനിയുള്ള ഇടുന്ന വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താ വെക്കേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ഒരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും